ഇന്നൊരു പഴം കൊതിപ്പിച്ച പായസം ട്രൈ ചെയ്താലോ? അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയെടുത്ത് ബട്ടറിലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ ഈ പഴം ഒന്ന് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ഇട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പഴമായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം പഴം ഒന്ന് സോഫ്റ്റ് ആവും വരെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും നല്ല എൻ്റെ കയ്യിൽ ചെറിയ പഴുപ്പ് കുറഞ്ഞ പഴമായിരുന്നു, അതുകൊണ്ട് അധികം സോഫ്റ്റ് ആയില്ല. അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നല്ലോണം അത് കാരമലൈസായി വരും. എന്നിട്ട് അതിലേക്ക് ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണെങ്കിലും അരിപ്പൊടി, അത് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മിൽക്കും കൂടെ ഒഴിച്ച് ഇതിനാവശ്യമായിട്ടുള്ള അതൊന്ന് മിക്സ് ചെയ്ത് വരാനുള്ള മിൽക്കും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അപ്പോൾ അത് നല്ലൊരു പേസ്റ്റ് പോലെ ആവും. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് നേന്ത്രപ്പഴം, നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടുള്ള നേന്ത്രപ്പഴവും കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ കിസ്മിസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് എടുത്ത് നമുക്ക് അരച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് വീണ്ടും പാൻ വെച്ച് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ മിക്സ് നല്ലോണം ഒരു ജോയിൻ്റായി വന്നോളും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴവും കാഷ്യൂനട്ടും കിസ്മിസും അതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഴം കൊതിപ്പിച്ച് പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം, അതേപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സോ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഐറ്റം.